Good morning students. നമ്മൾ ഇന്ന് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ Qpoint ആൻഡ് DC ലോഡ് ലൈനാണ്. അന്നേരം ഈ സെഷൻ കഴിയുന്നതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ലോഡ് ലൈൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഒരു DC ലോഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം ഈ സെഷന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ബേസിക് നോളേജ് എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. അന്നേരം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഓംസ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിലുള്ള കറണ്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അതിൻ്റെ വോൾട്ടേജും കറൻറ്റും അറിയണമെങ്കിൽ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുന്നത് ഓംസ് ലോ ആണ്. അന്നേരം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കത് എക്സ്പ്രഷനായിട്ട് പറയുകയാണെങ്കിൽ V=I/R ആണ്. എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ കൂടിയുള്ള കറണ്ട് I അറിയുകയാണെങ്കിലും അതിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയുകയാണെങ്കിലും അന്നേരം അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് അതിനക്രോസുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. I=V/R. അതിനക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നും അറിയുകയാണെങ്കിൽ I=V/R ആയിരിക്കും. അതേപോലെ നമുക്ക് റെസിസ്റ്റൻസ് R=V/I എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ സർക്യൂട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പിൾ സർക്യൂട്ടാണിത്. ഇതിൽ ഒരു പവർ സപ്ലൈ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ്. ആ പവർ സപ്ലൈക്ക് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്ററും അതിന് സീരീസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ സർക്യൂട്ട് ഞാൻ നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ഒരു സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ആ സോഫ്റ്റ്വെയർ ആപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ സർക്യൂട്ട് നിങ്ങൾക്ക് ആ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് അത് റൺ ചെയ്യാനും സാധിക്കും. അങ്ങനെ റൺ ചെയ്യുന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മീറ്ററിലുള്ള റീഡിങ് 1 mA എന്ന് കാണിക്കും. അതേപോലെ ഇതിലെങ്ങനെയാണ് നോക്കാം, നമുക്ക് ഈ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 10 വോൾട്ടുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ ഒരു R1 എന്നുള്ള റെസിസ്റ്ററിന് സീരീസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം ഇതിൽ കൂടെയുള്ള കറണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് കാണാം. I=V/R ആണ്. V എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. റെസിസ്റ്ററിൻ്റെ വാല്യൂ 10 കിലോ ഓം ആണ്. അങ്ങനെയാണെങ്കിൽ I=10 വോൾട്ട് ഡിവൈഡ് ബൈ 10 കിലോ ഓം ആയിരിക്കും. 10ഉം 10ഉം ക്യാൻസൽ ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ 1/1 കിലോ എന്നാണ് വരിക. 1/10⁻³ 1/10⁻³ എന്നുള്ളത് നമുക്ക് 10⁻³ എന്ന് എഴുതാം. അന്നേരം കിട്ടുന്ന വാല്യൂ I=10⁻³ ആംപിയർ എന്നാണ്. ഈ 10⁻³ ആംപിയർ എന്ന് പറഞ്ഞാൽ ഒരു 1 mA ആണ്. അന്നേരം ഇവിടെ നമുക്ക് കിട്ടുന്ന ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 mA ആയിരിക്കും. അന്നേരം ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നോട്ട് എടുത്തിട്ട്, ഒരു പുതിയ നോട്ട് എടുത്തിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ നോട്ടാക്കി എടുത്തിട്ട് അതിൽ ഈ സർക്യൂട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ഇതിൽ വോൾട്ടേജും റെസിസ്റ്ററിൻ്റെ വാല്യൂ എല്ലാം മാർക്ക് ചെയ്യുക. ദെൻ I എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. I=V/R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ എഴുതി വെക്കുക. ദെൻ
ഒരു സർക്യൂട്ടും കൂടി നോക്കാം. സിമ്പിൾ സർക്യൂട്ടാണ്. ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് നോക്കാം. ഇതിൽ നമ്മൾ എഗെയിൻ നമ്മളൊരു 10 വോൾട്ടുള്ള പവർ സപ്ലൈ R1 10 ഓം റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ കറൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്മീറ്റർ ഇപ്പം റീഡിങ് എന്തായിരിക്കും കിട്ടുക? വോൾട്ടേജ് 10 ആണ്, റെസിസ്റ്ററിൻ്റെ വാല്യൂ 10 ഓം ആണ്. അതുകൊണ്ട് കറൻറ്റ് എന്തായിരിക്കും? കറൻറ്റ് I = 10 വോൾട്ട് ഡിവൈഡ് ബൈ 10 ഓം എന്ന് പറയുന്നത് 1 ആംപിയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു സീരീസ് സർക്യൂട്ടും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. നേരെ ഈ സീരീസ് സർക്യൂട്ട് നോക്കിയേ. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ആണുള്ളത്, R1 ആൻഡ് R2. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് നമുക്കൊരു അമ്മീറ്റർ കണക്ട് ചെയ്യാം. ഈ അമ്മീറ്റർ രണ്ടിൻ്റെ ഇടക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ R1ൻ്റെ മുന്നേ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ R2വിന് ശേഷം കണക്ട് ചെയ്യാം. ബ്രേക്ക് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യണമെങ്കിൽ. നേരെ ഇപ്പം ഞാൻ ഇതിൻ്റെ നടുക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരെ ശരിക്ക് R1ഉം R2 എന്ത് തന്നെയാണ്? സീരീസ് തന്നെയാണ്. നേരെ R1 അമ്മീറ്റർ ആൻഡ് R2 ആർ ഇൻ സീരീസ് കോൺഫിഗറേഷൻ. അന്നേരം ഇതിൽ നമുക്ക് R1 ആൻഡ് R2 എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 ആയിരിക്കും. അന്നേരം ഇവിടെ 1 കിലോ ഓം + 1 കിലോ ഓം എന്ന് പറയുന്നത് 2 കിലോ ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത്. നേരെ ടോട്ടൽ റെസിസ്റ്റൻസ് R equivalent = R1 + R2 = 1 കിലോ ഓം + 1 കിലോ ഓം = എത്ര വരും? 2 കിലോ ഓം ആയിരിക്കും. ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. അന്നേരം V = എത്രയാണ്? 10 വോൾട്ട്. അപ്പോൾ കറൻറ്റ് I = എന്താ വരിക? V ഡിവൈഡഡ് ബൈ R equivalent. R equivalent എത്ര കിട്ടിയത്? 2 കിലോ ഓം. വോൾട്ടേജ് എത്രയാണ്? 10. അതുകൊണ്ട് കറൻറ്റ് I = എത്ര വരിക? 10 ഡിവൈഡ് ബൈ 2 കിലോ ഓം = 10/2 എന്ന് പറയുന്നത് 5 കിട്ടും. കിലോ ഓം മേലേക്ക് വരും. നേരെ മില്ലി ആംപിയർ, നേരത്തെ പോലെ തന്നെ മില്ലി ആംപിയർ വരും. അന്നേരം എത്രയാണ് കറൻറ്റ്? സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എത്രയാണ്? 5 മില്ലി ആംപിയർ. ഇവിടെ ആ മീറ്റർ റീഡിങ് നമ്മൾ ആ ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത സർക്യൂട്ടാണ്. റൺ ചെയ്യുന്നതിന് നമുക്ക് എന്ത് കിട്ടും? 5 മില്ലി ആംപിയറിന് നമുക്ക് കിട്ടും. ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് R1 ആൻഡ് R2 കൊടുക്കുക. നിങ്ങൾ മാനുവലായിട്ട് ചെയ്യുക. അതിനുശേഷം സർക്യൂട്ടിൽ നമുക്ക് ഈ സർക്യൂട്ടിൽ നിങ്ങൾ കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് കറൻറ്റ് മാറി മാറി വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുക. അന്നേരം അമ്മീറ്ററുള്ള റീഡിങ് നിങ്ങൾക്ക് മാറി മാറി വരുന്നത് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്നും കാണാൻ പറ്റും. എത്രയായിരിക്കും വോൾട്ടേജ്? R1 അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 1 കിലോ ഓം ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 5 മില്ലി ആംപിയർ. അങ്ങനെയാണ് നേരം R1 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോ ഓം ഇൻറ്റു 5 മില്ലി ആംപിയർ. I ഇൻറ്റു R, V = I ഇൻറ്റു R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ R1 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം 5 മില്ലി ആംപിയർ ഇൻറ്റു 1 കിലോ ഓം ചെയ്യുന്നേരം നമുക്ക് 5 വോൾട്ട് ആയിരിക്കും R1 അക്രോസ് കിട്ടുന്നത്. അതേപോലെ തന്നെ R2 അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എത്ര തന്നെയാണ് വരിക? 5 വോൾട്ട് തന്നെ. നേരെ 5 വോൾട്ട് + 5 വോൾട്ട് = എത്ര കിട്ടും? 10 വോൾട്ട് ടോട്ടൽ വോൾട്ടേജ്. ആ ഒരു തിയറാണ് എന്ത്? KVL ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. അന്നേരം നമ്മൾ ഈ ഒരു സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ നോക്കുന്നു. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 5 വോൾട്ടും 5 വോൾട്ടും. നേരെ KVL എന്താ പറയുന്നത്? ടോട്ടൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് = വോൾട്ടേജ് സം ഓഫ് ദി വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജും കൂടി കൂട്ടിയാൽ മൊത്തം വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറയുക ഇതിന്. ഈ നേരം ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ ആൾജിബ്രായിക് സം എന്തായിരിക്കും? 0 ആയിരിക്കും. അന്നേരം ഈ KVL തന്നെയാണ് നമ്മൾ ഇനി ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അന്നേരം അത് KVL നല്ലോണം അറിഞ്ഞിരിക്കണം.
ഓംസ് ലോ നല്ലോണം അറിയണം, KCL നല്ലോണം അറിയണം. അന്നേരം ഇത് മൂന്നും നമ്മൾ നല്ലോണം അറിഞ്ഞാൽ മാത്രമേ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നോക്കാം. ഇവിടെ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. അന്നേരം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു NPN ട്രാൻസിസ്റ്ററാണ്. കളക്ടർ, ബേസ്, എമിറ്റർ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കുക. എമിറ്റർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ ഒരു വോൾട്ടേജ് ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ ഒരു വോൾട്ടേജ് കളക്ടറിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് ആയ VBB ബേസ് റെസിസ്റ്ററായ ഒരു ബേസ് റെസിസ്റ്റർ ആയിട്ടുള്ള RB എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴിയാണ് ബേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ VCC എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് പവർ സപ്ലൈ കളക്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് RC എന്ന് പറഞ്ഞ റെസിസ്റ്ററിലെ കൂടിയാണ്. അന്നേരം ഇവിടെ രണ്ട് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ലൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ലൂപ്പ് ആൻഡ് ഔട്ട്പുട്ട് ലൂപ്പ്. അന്നേരം ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുന്നത് ABC, ഇവിടെ കാണിച്ചിരിക്കുന്ന റെഡിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ABC എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അത് ഫുൾ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലൂപ്പായിട്ട് വരുന്ന ഏതാണ് DEFC ആണ്. DEFC അന്നേരം DFC D എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻപുട്ട് ലൂപ്പ് നോക്കുന്ന നേരം A എന്ന് പറഞ്ഞ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് ദെൻ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്തിട്ട് ബേസ് വഴി എമിറ്റർ വഴി ഗ്രൗണ്ടിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അന്നേരമാണ് കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആവുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലൂപ്പ് എടുക്കുന്ന നേരം ഡിയിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് എമിറ്ററിലേക്ക് എത്തി ദെൻ എന്ന് പറഞ്ഞ ടെർമിനൽ വഴി RCയിൽ കൂടി ഫ്ലോ ചെയ്തിട്ട് ആ കളക്ടർ കറണ്ട് കളക്ടർ എമിറ്റർ ജംഗ്ഷനിലേക്ക് ഫ്ലോ ചെയ്യാണ്. ദെൻ കളക്ടറിൽ കൂടി ഫ്ലോ ചെയ്യാണ്. നേരെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എമിറ്റർ കറണ്ട് ഗ്രൗണ്ടിലേക്കും ഉണ്ടാവും. നേരെ അങ്ങനെയാണ് ആ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ടാക്കിയിട്ട് മാറുന്നത്. ദെൻ നേരെ രണ്ട് ലൂപ്പാണുള്ളത്, ഇൻപുട്ട് ലൂപ്പ് ആൻഡ് ഔട്ട്പുട്ട് ലൂപ്പ്. ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുന്നത് ABC ആൻഡ് ഔട്ട്പുട്ട് ലൂപ്പ് DEFC. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന VBB എന്ന് പറഞ്ഞ പവർ സപ്ലൈ RB എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴി 200 kilo ഉള്ള RB എന്ന് പറഞ്ഞ റെസിസ്റ്ററായിട്ട് കൂടി ബേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ കളക്ടർ VCC എന്ന് പറഞ്ഞ പവർ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട് 2 kilo റെസിസ്റ്റർ വഴി RC വഴി കളക്ടറുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു KVL എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോന്നിനും അക്രോസും ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എവിടെയൊക്കെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഇൻപുട്ട് ലൂപ്പ് എടുക്കുന്ന സമയത്ത് RB എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് വരാം. ദെൻ ബേസ് എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ അതൊരു ഡയോഡ് പോലെയാണ് ആക്ട് ചെയ്യുക. നമ്മൾ കൊണ്ട് ഡയോഡ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0.6 വോൾട്ടേജ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഡയോഡ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ആ ജംഗ്ഷൻ കിട്ടുക. അന്നേരം അതൊരു ഡയോഡ് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. അന്നേരം ഡയോഡിന് അക്രോസുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.6 വോൾട്ടേജ്, അതും RBക്ക് അക്രോസുള്ള വോൾട്ടേജും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും ഉണ്ടാവുക 12 വോൾട്ട്. അതാണ് KVL പറയുന്നത്. KVL പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈക്വൽ ടു വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. അന്നേരം ഇവിടെ രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ, ഒന്ന് RBയും ഒന്ന് ബേസ് എമിറ്റർ ജംഗ്ഷനും. അന്നേരം ആ രണ്ട് വോൾട്ടേജും കൂടി കൂട്ടിയാൽ 12 വോൾട്ട് കിട്ടും. അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ VBB ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ VBB ഈക്വൽ ടു RB ഇൻറ്റു IB പ്ലസ് VBE. VBB ഈക്വൽ ടു RB ഇൻറ്റു IB പ്ലസ് VBE. അതാണ് ആ ഇക്വേഷൻ. VBB എന്ന് പറയുന്നത് പവർ സപ്ലൈ RB ഇൻറ്റു IB എന്ന് പറഞ്ഞാൽ എന്താണ് IB എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക RBയിൽ കൂടി.
അന്നേരം അത് ഇൻറ്റു പ്ലസ് വി ബി ഇ. വോൾട്ടേജ് വി ബി ഇ ആണെന്ന് നമുക്കറിയാം. എത്ര കറണ്ട് ഫ്ലോ ചെയ്താലും ബേസ് എമിറ്റർ ജംഗ്ഷനിൽ 0.6 വോൾട്ടേജ് തന്നെയാണ് ഡ്രോപ്പ് ചെയ്യും. നമ്മൾ കൊണ്ട് പഠിച്ചതാണ് അല്ലേ. കട്ടിങ് വോൾട്ടേജിന് ശേഷം വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നില്ല, കറണ്ട് കൂടുകയുള്ളൂ. അന്നേരം അതേപോലെ നേരെ ഇവിടെ വരുന്നത് വി ബി ബി ഈക്വൽ ടു ആർ ബി ഇൻറ്റു ഐ ബി പ്ലസ് വി ബി ഇ ആയിരിക്കും. നേരെ ഇവിടെ ഐ ബി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഐ ബി ഈക്വൽ ടു എന്താ വരിക? വി ബി ബി മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ബി ആയിരിക്കും. നേരെ ശരിക്കും ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് കൺസിഡർ ചെയ്യണമെന്നില്ല. കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 0.6 വോൾട്ടേജ്. അന്നേരം എത്ര വരും? ഐ ബി ഈക്വൽ ടു വി ബി ബി മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ബി എന്ന് കിട്ടും. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കാം. ഇവിടെ എത്ര കിട്ടുക? 12 മൈനസ് 0.6. വി ബി ബി എന്ന് പറയുന്നത് 12 ആണ്, വി ബി ഇ എന്ന് പറയുന്നത് 0.6 ആണ്. നേരെ 12 മൈനസ് 0.6 ഡിവൈഡ് ബൈ 200 കിലോ ഓം. നേരെ ഐ ബി എത്രയാണ് നമുക്ക് കിട്ടുക? 57 മൈക്രോ ആംപിയർ. നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നോട്ടിൽ നിങ്ങൾ ഈ ഇതെല്ലാം വരച്ചിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക. റെസിസ്റ്ററിൻ്റെ വാല്യൂവും പവർ സപ്ലൈൻ്റെ വാല്യൂ എല്ലാം മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 57 മൈക്രോ ആംപിയർ ആയിരിക്കും. കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഐ ബി 57 മൈക്രോ ആംപിയർ ആണെങ്കിൽ ഐ സി നമുക്ക് കണ്ടുപിടിക്കാം. എന്തായിരുന്നു ഐ സി? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കറൻറ്റ് ഗെയിൻ. കറൻറ്റ് ഗെയിൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ കറൻറ്റ് ഗെയിൻ എന്തായിരുന്നു? ബീറ്റ അല്ലേ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ കറൻറ്റ് ഗെയിൻ ബീറ്റയാണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഐ സി ഡിവൈഡ് ബൈ ഐ ബി. ഐ സി ഡിവൈഡ് ബൈ ഐ ബി ആണ് ബീറ്റ. നേരെ ബീറ്റ ഈക്വൽ ടു ഐ സി ഡിവൈഡ് ബൈ ഐ ബി ആണെങ്കിൽ ഐ സി എന്തായിരിക്കും? ഐ ബി ഇൻറ്റു ബീറ്റ ആയിരിക്കും. ഐ ബി ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നേരം ഐ സി ഈക്വൽ ടു എത്രയാണ് കിട്ടുക നമുക്ക്? 55.7 മില്ലി ആംപിയർ. എങ്ങനെയാണ് കിട്ടുന്നത്? 5.7 മില്ലി ആംപിയർ എന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? 100 ഇൻറ്റു 57 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 57 മൈക്രോ ആംപിയർ എന്ന് പറയുന്നത് 5700 മൈക്രോ ആംപിയർ. 5700 മൈക്രോ ആംപിയറിനെ നമ്മൾ മില്ലി ആംപിയർ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുന്നേരം 5700 മൈക്രോ ആംപിയർ ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നേരം 5.7 മില്ലി ആംപിയർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏത് വാല്യൂ ഐ ബി ഉണ്ടെങ്കിലും ഐ സി കണ്ടുപിടിക്കാം. ഏത് വാല്യൂ ഐ ബി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഈ സർക്യൂട്ടിൽ. എങ്ങനെയാണ്? ആർ ബിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആർ ബിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വാല്യൂ ഐ ബി വേണമെങ്കിലും ഉണ്ടാക്കാം. അതേപോലെ ഏത് വാല്യൂ ഐ സി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഐ സി യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് ഐ ബി ഉണ്ടാക്കാം, അതേപോലെ ഡിഫറെൻറ്റ് വാല്യൂ ഐ സി ഉണ്ടാക്കാം. ഇനി എങ്ങനെ ഈ ഐ ബിയും ഐ സിയും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഔട്ട്പുട്ട് ലൂപ്പാണ്. ഔട്ട്പുട്ട് ലൂപ്പ് ഏതായിരുന്നു? DFC. അതായത് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഐ ബി എന്ന് പറയുന്ന ഒരു 10 മൈക്രോ ആംപിയർ ആയിട്ട് എടുക്കുകയാണ്. 10 മൈക്രോ ആംപിയർ ഐ ബി ഫ്ലോ ചെയ്യുന്ന നേരം ഐ സി എത്രയായിരിക്കും? 10 മൈക്രോ ആംപിയർ ഇൻറ്റു 100 അഗെയിൻ. അന്നേരം എന്താ വരിക? 10 മൈക്രോ ആംപിയർ ഇൻറ്റു 100 എടുക്കുന്ന നേരം 1000 മൈക്രോ ആംപിയർ വരും. 1000 മൈക്രോ ആംപിയർ വരുന്നേരം എന്താ വരിക? 1 മില്ലി ആംപിയർ ആയിരിക്കും. ഇനി ഈ 1 മില്ലി ആംപിയർ കറണ്ട് ഔട്ട്പുട്ട് ലൂപ്പ് കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡിന്ന് തുടങ്ങിയിട്ട് ഇയിൽ കൂടി എഫ് വഴി സിയിലേക്ക് എത്തും. അങ്ങനെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ആകുന്നേരം നമുക്ക് ആ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്യാം. KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും കിട്ടുക? VCC. ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? VCC. അന്നേരം ആ VCC എന്ന് പറയുന്നത് 2 സ്ഥലത്തായിട്ടാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? RCക്ക് അക്രോസും ട്രാൻസിസ്റ്ററിന് അക്രോസും. ട്രാൻസിസ്റ്ററിന് അക്രോസ് എന്ന് പറഞ്ഞാൽ കലക്ടർ ടു എമിറ്റർ. ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ലൂപ്പിൽ വരുന്ന പോർഷൻ ഏതാണെന്ന് നോക്ക്. അത് കലക്ടർ ടു എമിറ്റർ പോർഷനാണ്. അന്നേരം റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജും കലക്ടർ ടു എമിറ്റർ വോൾട്ടേജും തമ്മിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന നേരം നമുക്ക് എന്തായിരിക്കണം കിട്ടേണ്ടത്? VCC. ടോട്ടൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VCC ആയിരിക്കണം. ഇവിടെ നമ്മൾ VCC എന്ന് പറയുന്നത് 12 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അന്നേരം ഈ 12 വോൾട്ടിൽ ഉള്ള ഒരു ഭാഗം എവിടെ വരും? RCക്ക് അക്രോസ് വരും. ബാക്കി എവിടെ വരും?
ട്രാൻസിസ്റ്ററിന് അക്രോസ് വരും. അങ്ങനെയാണെങ്കിൽ അവിടെ KVL നമ്മൾ അപ്ലൈ ചെയ്യുന്നേരം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് VCC ഈക്വൽ ടു ICRC പ്ലസ് VCE എന്നായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് VCE കണ്ടുപിടിക്കാം. VCE എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ്. IC എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് കറൻറ്റ്. IB എന്ന് പറയുന്നത് ഇൻപുട്ട് കറൻറ്റ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അന്നേരം VCE നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? VCE ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC. അന്നേരം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പഴയ വാല്യൂസ് കൊടുത്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ ICRC എന്ന് പറയുന്നത് എന്താ വരിക? അവിടെ 2 kilo ആണ് RC വരുന്നത്. അന്നേരം ICൻ്റെ വാല്യൂ 1 milliampere ആണെങ്കിൽ IC ഇൻറ്റു RC എത്രയാണ് വരിക? 2 volt വരും. അന്നേരം ഈ 12 വോൾട്ടിൽ നിന്ന് 2 volt മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. ട്രാൻസിസ്റ്ററിന് അക്രോസ് എത്രയാണ് വരിക? അന്നേരം 12 മൈനസ് 2 volt ഈക്വൽ ടു 10 volt ആയിരിക്കും ഇപ്പം ട്രാൻസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. അങ്ങനെ നമുക്ക് ഏത് ICക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ചിട്ട്. IC ഈക്വൽ ടു 2 milliampere ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് VC ഈക്വൽ ടു 8 volt കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ VC എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അന്നേരം IC ഈക്വൽ ടു 2 milliampere, VC ഈക്വൽ ടു 8 volt കിട്ടും. ദെൻ IC 3 milliampere ആകുന്നേരം VC എത്രയായിരിക്കും? 6 volt ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് വാല്യൂ ഓഫ് ICക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് VCE കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം ICയും VCയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. IC മാറ്റിക്കൊണ്ടിരിക്കുന്നേരം VCയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ചാർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അന്നേരം ഇതിൽ കൊടുത്തിരിക്കുന്ന IC 3 milliampere, 4 milliampere, 5 milliampere എന്നുള്ളത് അത് ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യവും VC ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കണ്ടീഷനാണ് IC 6 milliampere ആവുന്നേരം നിങ്ങളൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയേ. അന്നേരം എന്താ വരുന്നത്? IC 6 milliampere ആവുന്നേരം IC 6 ആവുന്നേരം IC ഇൻറ്റു RC എത്രയായിരിക്കും? 12 volt ആയിരിക്കും. അന്നേരം 12 മൈനസ് 12 volt VC എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. അന്നേരം IC ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്നാണ്, മാക്സിമം കളക്ടർ കറണ്ടാണ് 6 milliampere. അന്നേരം ആ 6 milliampere ഫ്ലോ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഡ്രോപ്പും എവിടെ വരും? RCക്ക് അക്രോസ് ഉണ്ടാവും. ട്രാൻസിസ്റ്റർ അക്രോസ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് VCE 0 എന്ന് എടുക്കുന്നത്. അതേപോലെ തന്നെ IC 0 ആണെന്നിരിക്കുക, IB ഇല്ല. സർക്യൂട്ടിൽ IB ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ IC വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ IB നമ്മൾ ഇൻപുട്ടിലൊന്നും കൊടുക്കുന്നില്ല, IB 0 ആണെന്നിരിക്കുക. അന്നേരം IC എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. അന്നേരം IC 0 ആകുന്ന സമയത്ത് IC ഇൻറ്റു RC ഓൾസോ 0 ആയിരിക്കും. അന്നേരം IC ഇൻറ്റു RC 0 ആണെങ്കിൽ VCE എന്തായിരിക്കും? VC ഈക്വൽ ടു VCC ആയിരിക്കും. അത് അപ്പോൾ ആ സമയത്ത് മാക്സിമം വോൾട്ടേജ് കളക്ടർ ടു എമിറ്റർ ഡ്രോപ്പ് ചെയ്യും. മാക്സിമം വോൾട്ടേജ് കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉണ്ടാവും. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC തന്നെയായിരിക്കും. VCE മാക്സിമം ഈക്വൽ ടു VCC ഈക്വൽ ടു ഇവിടെ 12 volt ആയിരിക്കും ഉണ്ടാവുക. നേരത്തെ കണ്ടീഷനിൽ IC മാക്സിമം ആകുന്നേരം VCE എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ IC 0 ആകുന്ന സമയത്ത് VCE എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഈ കണ്ടീഷൻസൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പും ചെയ്തു വരുന്നേരം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി ഇത് കിട്ടിയിരിക്കുന്ന വാല്യൂസ് മൊത്തം നമ്മൾ ഒരു ചാർട്ടായിട്ട് എഴുതുവാണെങ്കിൽ നമുക്കിതാണ് കിട്ടുക. ഈ IBൻ്റെ വാല്യൂസ്, ഡിഫറൻറ്റ് വാല്യൂ ഓഫ് IB എടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് IC കിട്ടും. IB 10 microampere ആണെങ്കിൽ IC എത്രയായിരിക്കും? 1 milliampere ആയിരിക്കും. IB 30 microampere ആണെന്നേരം 3 milliampere ആവും. അന്നേരം ഈ ICക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന VCൻ്റെ ഡിഫറൻറ്റ് വാല്യൂസാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് കണ്ടീഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് എന്ന് IC 0 ആകുന്ന കണ്ടീഷനും IC മാക്സിമം ആകുന്ന കണ്ടീഷനും. IC 0 ആകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കട്ട് ഓഫ് ആണ്, കട്ട് ഓഫ് റീജിയൻ ആണ്, കട്ട് ഓഫ് ആയിപ്പോയി. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അന്നേരം അതിൻ്റെ കണ്ടീഷനാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതാണ്
കട്ട് ഓഫ് റീജിയനിലായിരിക്കും അന്നേരം ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി ഐ സി മാക്സിമം ആയ സമയം 6 മില്ലി ആംപിയർ VCE0 ആണ്. ആ സമയത്ത് ട്രാൻസിസ്റ്റർ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുക. കറൻറ്റ് മാക്സിമം കറൻറ്റ് അന്നേരം ട്രാൻസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പില്ല, 0 ഡ്രോപ്പ്. ആ സമയത്ത് ട്രാൻസിസ്റ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അന്നേരം സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്റർ ഒന്നുകിൽ സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യിപ്പിക്കുക, ഐ സി മാക്സിമം ആക്കി വെക്കുക. ഈ സർക്യൂട്ടാണെങ്കിൽ ഐ സി 6 മില്ലി ആംപിയർ വരുന്ന വിധത്തിൽ IBയും RBയും എല്ലാം ഡിസൈൻ ചെയ്തോളുക. ദെൻ കട്ട് ഓഫ് റീജിയനിലാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ സി 0 ആയിരിക്കും. ഇൻപുട്ട് കൊടുക്കാത്ത സമയത്ത് അതേ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ തന്നെ RB നമ്മൾ 6 മില്ലി ആംപിയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത അതേ സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? സ്വിച്ച് ഓഫ് ആയിട്ട് വർക്ക് ചെയ്തോളും. അന്നേരം അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യം ഒരു ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാം, അതിനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് DC ലോഡ് ലൈന് പ്ലോട്ട് ചെയ്യാം. എങ്ങനെ DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോർഡിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ ബോർഡിൽ നമ്മൾ എലോങ് Y ആക്സിസ് എന്താണ് വരുന്നത്? IC ആയിരിക്കും വരിക. IC എലോങ് Y ആക്സിസ് IC ആയിരിക്കും. എലോങ് X ആക്സിസിൽ എന്ത് വരും? VCE ആയിരിക്കും എലോങ് X ആക്സിസ്. ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസ് IB 10 മൈക്രോ ആംപിയർ ആകുന്ന സമയത്ത് IC കോൺസ്റ്റൻ്റ് ആണ്, നമുക്കറിയാമല്ലേ. ICയിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ഇതാണ് ഔട്ട്പുട്ട് ക്യാരിയാണിത് അല്ലേ. അലോങ് ഔട്ട്പുട്ട് ക്യാരി ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ VCA ആൻഡ് IC അറ്റ് കോൺസ്റ്റൻറ്റ് IB എന്ന് പറയുന്നത് ഫസ്റ്റ് എത്രയാണ് വരുന്നത്? നമ്മളെടുത്തിരിക്കുന്നത് 10 മൈക്രോ ആംപിയർ. അതേപോലെ നമുക്ക് IB ഈക്വൽ ടു 20 മൈക്രോ ആംപിയറിൽ വരക്കാം. IB 30 മൈക്രോ ആംപിയറിൽ വരക്കാൻ പറ്റും. $40 മൈക്രോ ആംപിയർ, then 50 മൈക്രോ ആംപിയർ, ഇതിൽ ഇതിൻ്റെ മാക്സിമം നമുക്ക് 6 മില്ലി ആംപിയർ എന്ന് എടുക്കാം മാക്സിമം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് IB 10 മൈക്രോ ആംപിയർ ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 1 മില്ലി ആംപിയർ. ഇത് 2 മില്ലി ആംപിയർ, ഇത് 3 മില്ലി ആംപിയർ, 4 മില്ലി ആംപിയർ, ദെൻ 5 മില്ലി ആംപിയർ, മാക്സിമം 6 മില്ലി ആംപിയർ. അതേപോലെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. VC അലോങ് X ആക്സിസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 0, 2, 4, 6, 8, 10, 12. അതുപോലെ നമുക്ക് 12 എന്നുള്ള ഇതും കൂടി മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആ കോളം എടുത്ത് വെക്കുന്നത് നമുക്കറിയാം 0 വോൾട്ട്. VCE 0 വോൾട്ട് ആകുന്നേരം എത്രയാണ് വരുന്നത്? 6 മില്ലി ആംപിയർ. 5 മില്ലി ആംപിയർ ആകുന്നേരം 2 വോൾട്ട്. ദെൻ 4 മില്ലി ആംപിയർ ആകുന്നേരം 4 വോൾട്ട്. ദെൻ 6 മില്ലി ആംപിയർ ആകുന്നേരം 3 മില്ലി ആംപിയർ ആകുന്നേരം 6 വോൾട്ട്. 2 മില്ലി ആംപിയർ ആകുന്നേരം എത്രയാണ് വരുന്നത്? 8 വോൾട്ട്. ദെൻ
1 മില്ലി ആംപിയർ ആകുന്നേരം 10 വോൾട്ട്, പിന്നെ 0 മില്ലി ആംപിയർ ആകുന്നേരം 12 വോൾട്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ പോയിൻറ്റിനെയാണ് നമ്മൾ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ക്യൂ പോയിൻ്റ് എന്നാണ് ഇനി പറയുന്ന പേര്. ഇതിൽ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അതിനെ പറയുന്ന വേറൊരു പേരാണെന്ത്? ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ ബേസ് വോൾട്ടേജും കൊടുക്കാം, DC വോൾട്ടേജും കൊടുക്കാം, AC വോൾട്ടേജും കൊടുക്കാം. നമ്മളിവിടെ ഏത് മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ? DC സിഗ്നൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് DC ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എന്നാണ് പറയുക. അതുകൊണ്ട് DC കൊടുത്ത സമയത്തുള്ള ഈ ഓരോ പോയിൻറ്റിനെയും പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെന്ത് പറയും? ക്വിസൻറ്റ് പോയിൻ്റ്. ക്വിസൻറ്റ് മീൻസ് DC കണ്ടീഷൻ. ക്വിസൻറ്റ് പോയിൻ്റ് ഓർ ക്വിസൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ക്വിസൻറ്റ് പോയിൻ്റ്. ദെൻ ഈ ക്വിസൻറ്റ് പോയിൻറ്റിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ക്യൂ പോയിൻ്റ് എല്ലാം കൂടി നമ്മളങ്ങ് ജോയിൻ ചെയ്യാൻ പോവാണ്. അന്നേരം ക്യൂ പോയിൻറ്റിൻ്റെ ഓരോ പോയിൻറ്റുകളും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ സാധ്യമായ എല്ലാ ക്യൂ പോയിൻറ്റും മാർക്ക് ചെയ്യുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യൂ പോയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് 2 മില്ലി ആംപിയർ 4 മില്ലി ആംപിയർ അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പോയിൻ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 2.125 മില്ലി ആംപിയർ, 2.5 മില്ലി ആംപിയർ, 3.75 മില്ലി ആംപിയർ എന്നെല്ലാം എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ പോയിൻറ്റുകൾ കിട്ടും. അതുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യൂ പോയിൻ്റ് സാധ്യമാണ്. ഇനി അതിൻ്റെ എല്ലാം ലോക്കസിനെയാണ്, കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി DC ലോഡ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം ഈ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത് എത്തുന്നത് എവിടെയൊക്കെയാണ്? VCE എന്ന് പറയുന്ന എക്സ് ആക്സിസിൽ മുട്ടുന്നത് എവിടെയാണ്? VCE മാക്സിമത്തിൽ. ദെൻ IC എന്ന് പറയുന്ന Y ആക്സിസിൽ അത് എത്തുന്നത് IC മാക്സിമത്തിലുമായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഇത് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കാം. ക്യൂ പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് വെൻ ദർ ഈസ് നോ ഇൻപുട്ട് AC ഇൻപുട്ട് സിഗ്നൽ. നമ്മളിവിടെ AC ഇൻപുട്ടൊന്നും അപ്ലൈ ചെയ്യുന്ന ഇല്ല. അതുകൊണ്ട് ആ കണ്ടീഷൻ പറയാം. നമ്മളിപ്പോൾ ഓംസ് ലോൻ്റെ കണ്ടീഷൻ പറയുന്ന പോലെ ഇതിലെന്താണ് കണ്ടീഷൻ? ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ. വെൻ ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ the DC output current and DC output voltage define a point. It is called operating point or quiescent point. അതിനെന്താണ് പറയുക? ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്വിസൻറ്റ് പോയിൻ്റ് എന്ന് പറയും. ആൻഡ് അതിനെ നമ്മൾക്ക് ഷോർട്ടാക്കിയിട്ട് എന്ത് പറയാം? ക്യൂ പോയിൻ്റ് എന്നും പറയാം. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഷുവറാണ്, നമുക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ക്യൂ പോയിൻ്റ് എന്താണ്. നേരെ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ AC ഇൻപുട്ട് വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് DC കണ്ടീഷനിൽ വെച്ചിട്ട് ഔട്ട്പുട്ട് DC വോൾട്ടേജും ഔട്ട്പുട്ട് DC കറൻറ്റും ഡിഫൈൻ ചെയ്യുന്ന പോയിൻറ്റിനെയാണ്. അന്നേരം ക്യൂ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് ഔട്ട്പുട്ട് കറൻറ്റും ഔട്ട്പുട്ട് വോൾട്ടേജും ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂവും ഔട്ട്പുട്ട് കറൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും ഒരു ക്യൂ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, X കോർഡിനേറ്റ് ആൻഡ് Y കോർഡിനേറ്റ് ആയിട്ട് വരിക. അന്നേരം ഇപ്പം നമുക്ക് ക്യൂ പോയിൻ്റ് ഇതേപോലെ ആയിരിക്കും DC ലോഡ് ലൈൻ വരിക. നീറ്റായിട്ട് വരക്കുകയാണെങ്കിൽ DC ലോഡ് ലൈൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അന്നേരം ഈ DC ലോഡ് ലൈന് X ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്?
മാക്സിമം വി സി മാക്സിമത്തിലായിരിക്കും എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് വി സി ഐ സി മാക്സിമം ആവുന്ന സമയത്താണ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും അത്. അതുപോലെ കട്ട് ഓഫ് റീജിയൻ്റെ അടുത്തായിരിക്കും അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. വൈ ആക്സിസിൽ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ആ 2 പോയിൻ്റാണ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഡി സി ലോഡ് ലൈനിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഐ സി മാക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ സി മാക്സിമം എന്ന് പറയുന്നത് വി സി സി ഡിവൈഡ് ബൈ ആർ സി ആണ്. അതുപോലെ വി സി മാക്സ് എന്ന് പറയുന്നത് ഈ ലോഡ് ലൈൻ എൻഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? വി സി മാക്സിമത്തിലാണ്. എന്താണ് വി സി മാക്സിമം? വി സി മാക്സിമം അന്നേരം കറണ്ട് 0 ആണ്. കറണ്ട് 0 ആകുന്നേരം വി സി സി മുഴുവൻ എവിടെയായിരിക്കും? ട്രാൻസിസ്റ്റർ അക്രോസ് ആയിരിക്കും. അതുകൊണ്ട് വി സി മാക്സ് എന്ന് പറയുന്നത് വി സി സി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഡി സി ലോഡ് ലൈൻ. ഡി സി ലോഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക? ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ക്യൂ പോയിൻറ്റ്സ് ഇൻ എ സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ സർക്യൂട്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മീറ്റ് അറ്റ് ദി എക്സ് ആക്സിസ് അറ്റ് വി സി മാക്സ് ആൻഡ് വൈ ആക്സിസ് അറ്റ് ദി ഐ സി മാക്സ്. വാട്ട് ഈസ് ഐ സി മാക്സ്? ഐ സി മാക്സ് ഈക്വൽ ടു വി സി സി ഡിവൈഡ് ബൈ ആർ സി ആൻഡ് വി സി മാക്സ് ഈക്വൽ ടു വി സി സി ആയിരിക്കും. അന്നേരം ഈ 2 പോയിൻറ്റുകൾ സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലായിരിക്കും. അതുകൊണ്ട് ഈ 2 റീജിയനിലും വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച് ആയിരിക്കും. അതേസമയം നമുക്കിപ്പോൾ വേണ്ടത് ഒരു ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കും എന്നുള്ളതാണ്. ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യൂ പോയിൻ്റ് എവിടെയായിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ മാത്രമേ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ക്യൂ പോയിൻ്റ് എവിടെ ഫിക്സ് ചെയ്യിക്കുക? നമ്മൾ ക്യൂ പോയിൻ്റ് ആക്റ്റീവ് റീജിയനിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതെന്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ? ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് അതിൽ ആംപ്ലിഫയർ ആയിട്ട് ക്യൂ പോയിൻ്റ് ആക്റ്റീവ് റീജിയനിൽ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.